എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരാണ് ഇൻട്രോ പറയാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ജ്യോതിക്കുട്ടിയും. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളെല്ലാം ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, വ്യത്യസ്ത രീതിയിലാണ്. സാധാരണ എല്ലാവരും എന്ത് ഇഡ്ഡലിക്കകത്ത് മാവൊക്കെ എന്താ പറയുക, ഇഡ്ഡലി മാവ് ചുമ്മാ ഉപ്പൊക്കെ കലക്കി ലേശം സോഡാപ്പൊടിയൊക്കെ ഇട്ട് പൊരിയൊഴിക്കലേ ചെയ്യുന്നത്. ഭയങ്കര ബഹളം എന്താണെന്ന് അറിയാമല്ല. അവിടെ ഒരു ഇച്ചിരി ചിക്കൻ്റെ അച്ഛൻ കണ്ടു കേട്ടോ, അവർക്ക് സഹിക്കാൻ പറ്റണില്ല അതെടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചു എൻ്റെ മമ്മിയുടെ വീട്ടിൽ എൻ്റെ മമ്മിയുടെ അമ്മ എങ്ങനെയാണ് ഇഡ്ഡലി പുഴുങ്ങുന്നത് എന്നുള്ളതിൻ്റെത്, ഏത് രീതിയിലാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ എൻ്റെ മമ്മി എന്ത് ഇഡ്ഡലി തട്ടാണുള്ളത്, ഓടിൻ്റെ അല്ലേ അല്ല ചെമ്പിൻ്റെ, ചെമ്പിൻ്റെ ഇഡ്ഡലി പാത്രമാണുള്ളത്. പഴയ ആൾക്കാർക്ക് അതൊക്കെയല്ലേ ഉണ്ടാവുന്നത്. പണ്ട് കേട്ടോ അവിടെ ഓടിപ്പോയി അവള് ചിക്കൻ കുറെ ഓടി കിടക്കുക. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അത് നിങ്ങളുടെ മുമ്പിലേക്കും കൂടി പരിചയപ്പെടുത്തണമെന്ന് വെച്ച് എങ്ങനെയാണ് ഇഡ്ഡലി പുഴുങ്ങുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാന്ന് കരുതിയിട്ട് നമുക്കത് എങ്ങനെയാണ് നമ്മള് എൻ്റെ മമ്മി വീട്ടിലേക്ക് ഇഡ്ഡലി പുഴുങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ രാവിലെ ഇഡ്ഡലിയുടെ മാവ് എടുത്ത് എൻ്റെ മമ്മി എടുത്തത് പുറത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു. അപ്പം ഇത് ഞാനിപ്പോൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഇപ്പോഴല്ലേ ഈ ഒരു മാതിരിയിട്ടുള്ള ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം സ്റ്റീലിൻ്റെ ഒക്കെ വാങ്ങണത്. പണ്ടൊക്കെ എന്തോമി അവിടെ ചെമ്പിൻ്റെ ഇഡ്ഡലി തട്ട എൻ്റെ മമ്മിയുടെ വീട്ടിൽ ചെമ്പിൻ്റെ ഇഡ്ഡലിക്കുട്ട കാണുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്നേരം ആ ചെമ്പിൻ്റെ ഇഡ്ഡലിക്കുട്ടത്തിലാണ് എൻ്റെ മമ്മിയുടെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടെ ഇഡ്ഡലി പുഴുങ്ങുന്നത്. അപ്പം ഇഡ്ഡലി പുഴുങ്ങുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ തട്ടിലേക്ക് ചുമ്മാ എണ്ണ ഒഴിച്ചങ്ങ് കോരി ഒഴിക്കുകയല്ല എൻ്റെ മമ്മിയുടെ അമ്മയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്, അമ്മൂമ്മയെന്നല്ല വിളിക്കുന്നത്. അപ്പോൾ അമ്മ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇഡ്ഡലി വരുമ്പം നല്ല രുചിയായിട്ട് തോന്നും. എനിക്ക് ആ ഇഡ്ഡലി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ മെനക്കിടുന്നില്ല എന്നുള്ളത്. അതാണ്ടേ ഇഡ്ഡലിക്കകത്തേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഇഞ്ചി, അപ്പോൾ അതാണ്ട് അതിനകത്ത് കുറച്ച് ആദ്യം കുറച്ച് ഇഞ്ചി കൊത്തിയരിയും കണ്ടോ. ഈ ഉഴുന്നെന്ന് പറയുന്ന ഒരു സാധനം ഗ്യാസ് ആയതുകൊണ്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ഇഞ്ചി കൊത്തിയരിയുന്നുണ്ടോ. അതുകൂടിയല്ലേ ഇഡ്ഡലിയുടെ ഞാൻ എന്താ വെച്ചാൽ ഉഴുന്ന് ഗ്യാസ്. പക്ഷെ മമ്മി പറയണത് ഇഡ്ഡലിയുടെ ചേരുവ ഇങ്ങനെയാണെന്നാണ് പറയണത്. ഞാൻ പക്ഷേ എങ്ങും അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഇതുപോലെ ആദ്യം കുറച്ച് ഇഞ്ചി കുത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് കുനുകുനാന്നാണ് ഞാൻ അരിഞ്ഞെടുക്കണേ. നോക്കിയേ അരിഞ്ഞെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേണ്ടേ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില അതിനകത്തേക്ക് ഇടും. പിന്നെ ഇഡ്ഡലിയുടെ മാവിന്റെ അനുസരിച്ച് കറിവേപ്പില ഇടാം. കൂടുതൽ വേണം. അതെ, കൂടുതൽ മാവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില ഇടാം, ഇഞ്ചി കൂടുതൽ അരിഞ്ഞിടാം. ഇപ്പം നമുക്ക് ഇത്രയും മാവല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചമുളക് പൊട്ടു പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് കുനുകുനാന്നാണ്ട് ഈ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കും. കണ്ട എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ മടിക്കും. കാര്യം അവർക്ക് മമ്മിയെ എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ ചിലപ്പോൾ മടിക്കും. കാര്യം ഇഡ്ഡലി കഴിക്കുമ്പോൾ എരിവുണ്ടാവും. അതുകൊണ്ടാണ് പൊട്ട് പച്ചമുളക് എടുത്തത്. അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. പിന്നെ എന്നിട്ട് ചെമ്പിൻ്റെ ഇഡ്ഡലിക്കുട്ടമാണെങ്കിലും അകത്ത് ഈയം പൂശും. ചെമ്പ് പാത്രത്തിനകത്ത് ഈയം പൂശിയിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് എനിക്ക് ഇഡ്ഡലി കിട്ടുന്ന, ഈ രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കും കൂടി ആ ഒരു ഇഡ്ഡലിയെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു.
അപ്പം നല്ല മാവൊക്കെ നന്നായിട്ട് കലക്കി വെച്ചു. അപ്പോൾ ഇനി ഇത് എങ്ങനെ ചുടുന്നതെന്ന് കാണണ്ടേ. ചുമ്മാ അതങ്ങ് കോരി ഒഴിച്ച് ചുടുകയല്ല. നമ്മളൊക്കെ എളുപ്പത്തിന് എന്ത് ചെയ്യും, ഇഡ്ഡലി തട്ട് അടുപ്പിലോട്ട് വെക്കും, വെള്ളം വെക്കും, വേഗം റെഡിയാകും, എന്നിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് തൂക്കും, പെട്ടെന്ന് അത് കോരി ഒഴിക്കുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അതും കൂടി കാണിച്ചു തരാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റീലിൻ്റെ ഇഡ്ഡലി പാത്രമാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് മറ്റേന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി ഇഡ്ഡലി കോരി ഒഴിക്കുന്നതിന് നല്ല വിസ്താരവും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല വലിയ ഇഡ്ഡലി ആയിരിക്കും. കുഴിക്കകത്തല്ല കുഴിയ, സൈഡിലാണ് കുഴി. അതുകൊണ്ട് ഇല വാട്ടി അതിനകത്ത് വെച്ചാണ്. കുഴിക്കകത്തല്ല. ഇഡ്ഡലി കുട്ടകത്തിനകത്ത് കുഴി, കുട്ടകത്തിൻ്റെ പിന്നെ ഇഡ്ഡലി പുഴുങ്ങുന്ന കുഴിക്കകത്ത് ഇപ്പം എല്ലാം പിന്നെ ഇത് ഉള്ളത്, കുഴിയുള്ളതാണ്. പണ്ടത്തേനതല്ലല്ലോ. അപ്പോൾ തേണ്ടേ പച്ചമുളകും ഇഞ്ചി കറിവേപ്പില എടുത്ത മാവിനെ ഒന്ന് 5 മിനിറ്റ് അല്ലേ വെക്കുവോ? 5 മിനിറ്റ് ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്ത് ഇതിലേക്ക് വെക്കാം കേട്ടോ. ഗ്യാസിൽ വെള്ളമൊക്കെ വെച്ചിട്ട് വെക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചു. ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഞാനൊരു ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ സ്റ്റീൽ തട്ടിനെന്ന് പറഞ്ഞാൽ കുഴി വളരെ ചെറുതായിട്ടോ. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? അപ്പോൾ ആ കുഴിയിൽ നമ്മൾ സാധാരണ അല്ലാതെ ഇപ്പം ഫ്രഷ് ഇലയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴി ചെറുതായതുകൊണ്ട് ഒതുങ്ങിയിരിക്കാൻ ഒരു പക്ഷേ ഇലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഈ ഇലയൊന്ന് വെക്കുമ്പോൾ, തട്ടിലേക്ക് വെക്കുമ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വാഴയിലയൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റൗവിന് എന്തോ ഒരു പ്രശ്നം കണ്ടോ, കരട് കയറിയതായിരിക്കും കേട്ടോ, തീ വരുന്നില്ല. അപ്പോൾ ഈ ജ്വാല ഉണ്ടോ, മാത്രമല്ല അതിൻ്റെ സൈഡിലിരിക്കുന്നുണ്ട്, അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സൈഡൊക്കെ ഇരിക്കുന്നുണ്ടോ അല്ലയോ. ഇനിയിപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി ആരുടെയെങ്കിലും കൈ കൊടുക്കണം. എടുത്തുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെല്ലുന്ന അടുത്തേക്ക് കൊറോണ ഉണ്ടോ എന്നൊക്കെയുള്ള. അപ്പോൾ ആ ഒരു പേടി കൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടുപോയി ഇതൊന്ന് ക്ലീൻ ചെയ്യിക്കാൻ കൊടുക്കണം. പക്ഷേ ഈ സ്റ്റൗ കൊള്ളത്തില്ല കേട്ടോ. ഇത് മറ്റേ വാങ്ങിച്ചപ്പോൾ നല്ല രസമായിരുന്നു, ഗ്ലാസ് സ്റ്റൗ ഒക്കെയാണ്. പക്ഷെ അല്ല, ഇത് ക്ലീൻ ചെയ്താലും ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സ്റ്റൗ ഒക്കെ വാങ്ങുമ്പോൾ, ഗ്യാസ് സ്റ്റൗ ഒക്കെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങുക. ഇത് ബട്ടർഫ്ലൈയുടെ സ്റ്റൗവാണ്. പക്ഷേ ഈ ഗ്ലാസ് സ്റ്റൗ നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര തിളക്കത്തിലിരിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും നല്ല രസമുണ്ടല്ലോ കാണാനെന്ന്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഗ്ലാസ്സൊക്കെ അങ്ങ് മങ്ങും, ഈ തീയുമൊക്കെ ചൂടുമൊക്കെ അടിച്ചിട്ട്. പിന്നെ ക്ലീൻ ചെയ്താൽ ഈ ഗ്ലാസ്സിനൊരു തെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഇതിന് വല്ല ടിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും കണ്ടോ മൊത്തം തുരുമ്പാട്ടോ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി ശരിയാക്കിക്കണം. ഈ ഓരോന്നൊക്കെ വീഴുന്നത് തുരുമ്പ് പിടിച്ചിട്ടിരിക്കുക, തൂത്താലും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കൊണ്ടുപോയിട്ട് അവരത് എന്തൊക്കെയോ ചെയ്ത്, എനിക്ക് പേടി മണ്ണെണ്ണ. അപ്പോൾ ഇത് ഊരിക്കൊണ്ട് പോയി കഴിയുമ്പോൾ അവരത് ക്ലീൻ ചെയ്ത് തരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യിക്കാം. അപ്പോൾ അതാണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് തട്ടിലേക്ക് മമ്മിയെ കൊണ്ട്, കാരണം ഞാൻ ക്യാമറ പിടിച്ച് കാണിച്ചു തരാം, മമ്മിയെ കൊണ്ട് നമുക്കിത് കോരി ഒഴിപ്പിക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തട്ടെടുത്ത് വെക്കുകയാണേ. തട്ട് വെച്ചു. അതാണ് ഈ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങുമ്പോൾ അല്ല, ഞാൻ വാട്ടിയത് കാണിച്ചായിരുന്നു. അപ്പോൾ സ്റ്റീൽ പാത്രം വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ സ്റ്റീൽ പാത്രം നമുക്കൊരു ഭംഗി തോന്നിക്കത്തില്ല, കറുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ മമ്മി വെച്ചോളൂ. മമ്മി ഇലയേതാണ്ട് ഇങ്ങനെ പീസാക്കി തട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, താഴെ 2, 4, 6 തട്ടുണ്ട് കണ്ടോ. ഈ രീതിയിൽ ഇപ്പോൾ ഒക്കെ സിമ്പിളായിട്ടല്ലയോ, മെനക്കേടൊന്നുമില്ലല്ലോ. മാവ് അരയ്ക്കുക, അങ്ങോട്ട് കോരി ഒഴിക്കുക, ആ തട്ടിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് കോരി ഒഴിക്കുക, എളുപ്പമായി. ചിലയിടത്ത് മുള്ളുമുരിക്കിൻ്റെ ഇല ഇഡ്ഡലി പുഴുങ്ങാൻ ഉപയോഗിക്കും. മുള്ളുമുരിക്കിൻ്റെ ഇല, മുരിക്കിൻ്റെ ഇല, ശ്രീരാഞ്ചയുടെ അല്ല, മുരിക്കിൻ്റെ ഇല. കണ്ടോ. അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ പോക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു നോർമൽ രീതിയിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ തൂക്കും. കണ്ടോ, ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ആ ഇലക്കകത്തേക്ക്. അപ്പോൾ ആ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തൂത്താൽ മതി. കണ്ടോ, ഒരു മയം മതി. ഈ മുകൾ വശത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ഇച്ചിരി കണ്ടിച്ച് ഈ ഒരു രീതിയിലാക്കിയിട്ടാണ് വെക്കുന്നത്.
അപ്പോൾ അതിൻ്റെ വേണ്ട ഒരു തട്ടിൽ വെച്ചു, രണ്ട് കുഴിയിൽ. അപ്പോൾ ആ രീതിയിൽ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വേണ്ട ഈ രീതിയിൽ മാവിനെ ഒഴിച്ചു വെക്കും. അടുത്ത കുഴി എടുത്തു, അവിടെയും മാവ് ഒഴിച്ചു. അപ്പോൾ ആ കുഴിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ആ മാവങ്ങ് ആ ഇഡ്ഡലി അങ്ങ് റെഡിയാവും. അപ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ. ആ ഇഡ്ഡലി എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പും പിന്നെ എന്താ പറയുക, ആ രുചിയും പ്രത്യേക രുചിയാണ്. അല്ല നമ്മളല്ലാതെ കോരി ഒഴിക്കുന്ന പോലെ അല്ല കേട്ടോ. അപ്പം ഈ രീതിയിലും എല്ലാവരും ഒന്ന് ഇഡ്ഡലി പുഴുങ്ങി നോക്കണേ. ഇത് എന്താ പറയുക, ഇങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടാവും, അറിയാവുന്നവരും ഉണ്ടാവും. ഞാനിത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. നമ്മൾ ചോദിക്കുക എന്താ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ലെന്ന്, അങ്ങനെയല്ല, ഈ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിപ്പോൾ 3 തട്ടിൻ്റെ ഇഡ്ഡലി തട്ടായിരുന്നേ. അപ്പോൾ സെക്കൻഡ് തട്ടങ്ങ് മാറ്റി, കാരണം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ സെക്കൻഡ് തട്ട് വേണ്ട. സെക്കൻഡ് തട്ട് വെക്കുമ്പോഴത്തേന് ഇഡ്ഡലി അങ്ങ് അമുങ്ങി പോകുന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, മേളത്തെ തട്ടിലും കൂടി ഇതേ രീതിയിൽ ഇഡ്ഡലി വെച്ച് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേൻ്റെ മുകളിലത്തെ തട്ടിലും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതേൻ്റെ നമ്മുടെ ഇഡ്ഡലി ശരിയായിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ ഇഡ്ഡലി റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഇഡ്ഡലി റെഡിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു കമ്പി പപ്പടം കുത്തി എടുക്കുക. പപ്പടം കുത്തി ഇല്ലാത്തവർ പിച്ചാത്തിയുടെ അറ്റം കൊണ്ട് ഈർക്കിലുണ്ടെങ്കിലല്ലേ ഈർക്കിലെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, സ്പൂണാണെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് നടക്കൊന്ന് കുത്തി വെക്കുമ്പോൾ അറിയാം. തവിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് പറ്റുവാണെന്നുണ്ടെങ്കിൽ വെന്തില്ലാന്ന്, ഇല്ലെങ്കിൽ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മുടെ ഒരു തട്ടിലെ ഇഡ്ഡലി ഞാൻ ഇങ്ങനെ തന്നെ വാഴയിലിൽ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചു. ഞാൻ അടുത്ത തട്ടിലെ ഇഡ്ഡലി ഞാൻ വാഴയിലിൽ നിന്ന് മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഞാനത് ആ മാവിൽ നിന്ന് എടുത്ത ഇഡ്ഡലിയും കാണിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ വേണം ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാൻ. മാത്രമല്ല ഇത് എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ഈ വാഴയിലേക്കകത്ത് ആവിയിൽ പുഴുങ്ങിയ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക രുചിയും തന്നെയാണ് ഈ ഇഡ്ഡലിക്കുള്ളത്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഇഡ്ഡലി ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരോടും ടാറ്റാ.